ലോക നേതാക്കൾ സഞ്ചരിക്കുന്ന കാറുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വെറും സാധാരണ കാറുകളല്ല, മറിച്ച് അവയെല്ലാം അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങിയ മിസൈലുകളെ പോലും ചെറുത്തു നിൽക്കുന്നവയാണ്. അതിനും അപ്പുറം ഇത്തരം വാഹനങ്ങളുടെ നിർമ്മാണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഓരോ വർഷവും ചിലവഴിക്കുന്നത് കോടിക്കണക്കിന് പണമാണ്. ഏതായാലും ഇത്തരം നേതാക്കളിൽ ആദ്യം വരുന്നത് വ്ളാദിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ അധികവും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓറസ് സെനറ്റ് എന്ന ലിമോസിൻ കാറാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടാൽ റോൾസ് റോയ്സ് പോലെ തോന്നുമെങ്കിലും ഇതൊരു ചെറിയ യുദ്ധ ടാങ്കറിന് തുല്യമാണ്. വെടിയുണ്ടകൾ, ബോംബുകൾ, രാസായുധങ്ങൾ എന്നിവയിൽ നിന്ന് അകത്തിരിക്കുന്ന ആളെ സംരക്ഷിക്കാൻ ഇതിന് സാധിക്കും. പുറത്ത് എന്തെങ്കിലും രാസവിഷം പടരുകയാണെങ്കിൽ അതിനും ഈ കാറിനുള്ളിൽ ഓക്സിജൻ സപ്ലൈ സിസ്റ്റം ഉണ്ട്. ഇത് കൂടാതെ പ്രസിഡന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടങ്ങിയ രക്തബാഗുകൾ 24 മണിക്കൂറും ഇതിനകത്ത് സജ്ജമായിരിക്കും. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇനി ഒരു യുദ്ധം തന്നെ നടക്കുകയാണെങ്കിൽ ഇതിനകത്തിരുന്ന് രഹസ്യ ആശയവിനിമയങ്ങൾ എടുക്കാൻ പ്രസിഡന്റിന് സാധിക്കും. കിം ജോങ് ഉൻ. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ സാധാരണയായി യാത്ര ചെയ്യുന്നത് മെർസിഡീസ് മേബാക് പുൾമാൻ ഗാർഡ് എന്ന കാറിലാണ്. ഈ കാറ് എവിടെ പോയാലും അതിന് പുറത്തായിട്ട് കിം ജോങ് ഉനെ സംരക്ഷിക്കാനായി 12ഓളം വരുന്ന പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോ ഓഫീസർമാർ ഈ കാറിന് ചുറ്റും ഓടുന്നുണ്ടായിരിക്കും. ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളാണ് ഈ കാറിന്റെ വലിയ പ്രത്യേകത. നോർത്ത് കൊറിയയിലേക്ക് ഇത്തരം കാറുകൾ അയക്കുന്നത് ഐക്യരാഷ്ട്രസഭ നിരോധിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ കാറ് കിം ജോങ് ഉൻ എങ്ങനെ സ്വന്തമാക്കി എന്നത് ഇപ്പോഴും ലോകത്ത് ഒരു ചോദ്യമാണ്. ഷീ ജിൻപിങ്. ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ് ഉപയോഗിക്കുന്നത് ചൈനയിൽ തന്നെ പൂർണ്ണമായും നിർമ്മിച്ച ഹോങ്റി N17-1 എന്ന ലിമോസിൻ കാറാണ്. മുമ്പ് പറഞ്ഞ പോലെ ഇത് കാണാൻ റോൾസ് റോയ്സ് പോലെ തോന്നുമെങ്കിലും ഇത് റോൾസ് റോയ്സ് അല്ല. ഈ കാറിനുള്ളിലെ സാങ്കേതിക വിദ്യകളൊന്നും ചൈന ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും ഇതൊരു സമ്പൂർണ്ണ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ്. ശത്രുഭാഗത്ത് നിന്ന് വരുന്ന മിസൈലുകളെയും ബോംബുകളെയും പ്രതിരോധിക്കാൻ ഈ വാഹനത്തിന് സ്വന്തമായി ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇനി അതിനും അപ്പുറം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ഈ കാറിലെ ഡ്രൈവർ മരിച്ചാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാറിന് ഓട്ടോ ഡ്രൈവ് സൗകര്യവുമുണ്ട്. റജബ് തൊയ്യിബ് എർദോഗൻ. തുർക്കി പ്രസിഡന്റായ എർദോഗൻ ഉപയോഗിക്കുന്നത് മെർസിഡീസ് മേബാക് S600 ഗാർഡ് എന്ന കാറാണ്. നമ്മുടെ മുകേഷ് അംബാനി ഉപയോഗിക്കുന്നതും ഈ വാഹനമാണ്. ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അതിന് മുന്നിലും പിന്നിലുമായി 30ഓളം വരുന്ന വാഹന വ്യൂഹം ഉണ്ടാകും. ഇതിൽ തന്നെ തന്റേത് പോലുള്ള 3-4 കാറുകൾ വേറെയും ഉണ്ടാകും. മിസൈൽ ഡ്രോണുകളെയും ബോംബുകളെയും തടയാൻ ശേഷിയുള്ള ജാമർ വാനുകൾ ഈ കാറിനുണ്ട്. ഈ വാഹനത്തിനകത്തിരുന്നു തന്നെ പ്രസിഡന്റിന് ആണവായുധങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ കമാൻഡ് സെറ്റ് സിസ്റ്റം ഇതിനുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഈ കാറിന്റെ 4 ടയറുകൾ പഞ്ചറായാൽ പോലും ഇതിന് നിർത്താതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ. സൗദി അറേബ്യയുടെ രാജാവായ മുഹമ്മദ് ബിൻ സൽമാൻ അധികവും യാത്ര ചെയ്യുന്നത് മെർസിഡീസ് ബെൻസ് 600 പുൾമാൻ ഗാർഡ് എന്ന കാറിലാണ്. ഈ വാഹനം കൂടാതെ റോൾസ് റോയ്സ്, ബെൻലി, ലെക്സസ് LS 600 എന്നിവയിലും ഇദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഇതിന് പിന്നാലെ 100ഓളം വരുന്ന സ്പെഷ്യൽ ബോഡി ഗാർഡുകൾ, ആണവായുധം വഹിക്കുന്ന മറ്റു വാഹനങ്ങൾ എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടാകും. ഈ പറഞ്ഞ നേതാക്കളെല്ലാം വലിയ പല ഭീഷണികളും നേരിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പണം ചിലവഴിച്ചുകൊണ്ട് സുരക്ഷയുള്ള വാഹനങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നത്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം.